വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ഫാമിലി ട്രിപ്പ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങളൊരു നേർച്ചയുടെ ബേസ് ചെയ്തിട്ട് പോകുന്നതാണ്. എൻ്റെ വിവാഹം ഗുരുവായൂർ വെച്ച് നടത്തണമെന്നായിരുന്നു എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരുടെയും നേർച്ചയും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമെന്ന് തന്നെ പറയാം. എൻ്റെ ലൈഫിൽ ഒരു ഡ്രീം എന്നൊക്കെ പറയാമെങ്കിൽ ഇത് വൺ ഓഫ് മൈ ഡ്രീം ആയിരുന്നു. കാരണം ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ വെച്ച് ഒരു ഡ്രീം എടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രീം, മൈ എന്ത് പറയാനാ, അതിന് വേറെ വാക്കുകളൊന്നുമില്ല. അപ്പോൾ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് ഗുരുവായൂർ വെച്ച് നടത്തണം എന്നുള്ളത്. പക്ഷേ മിഥുവേട്ടൻ്റെ വീട്ടിലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളും ഉണ്ട് അതിൽ. അപ്പോൾ അവർക്ക് വരാൻ സാധിക്കില്ല, അവർക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് മിഥുവേട്ടൻ ആദ്യം പറയുക വരെ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് അതും കൂടെ കുറച്ച് സങ്കടവും കൂടെ ഉണ്ടായി. മിഥുവേട്ടൻ പറഞ്ഞു അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടാന്ന് വരെ പറയുന്നത്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, എന്നിട്ട് പോലും അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം തന്നെ അവിടെ നടക്കത്തില്ല എന്നൊക്കെ ഉള്ളത് വരെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് ഞാൻ അവരെ കൂടെ കൺസിഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ശരി, എൻ്റെ ആഗ്രഹവും നേർച്ചയും നമുക്ക് ഇപ്പോഴത്തെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഗുരുവായൂർ കല്യാണം കഴിഞ്ഞാൽ പോലും ചെന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെന്ന് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാല ഇടാം എന്നുള്ളത്, അതെങ്കിലും നമുക്ക് നടത്താം എന്ന് കരുതിയിട്ട് ഞാനൊന്ന് ആശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ മിഥുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും പറയുകയും ചെയ്തായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ രണ്ട് വീട്ടുകാരുമായിട്ട് നമുക്ക് പോയി ചെന്ന് താലിയൊക്കെ മാലയൊക്കെ ചാർത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു 2 വർഷം വരെ ഇരുന്നത്. കല്യാണം കഴിഞ്ഞു, ആരും ഈ ഒരു നേർച്ചയെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കല്യാണം അവിടെ മിഥുവേട്ടൻ്റെ നാടായ കണ്ണൂർ ഇരിട്ടിയിലുള്ളൊരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും ആരും ഒന്നും പറയുന്നില്ല. ഞാൻ എന്നിട്ടൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ച് നോക്കി, എന്നിട്ടും ആരും ഒന്നും ഒരു മൈൻഡില്ലാണ്ട് നിൽക്കുന്നു. അവസാനമായപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അവിടെ നേർച്ച നടത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എൻ്റെ ഗുരുവായൂരപ്പനെ കാണാണ്ട് എനിക്ക് ഇരിക്കാനും ആവുന്നില്ല എന്ന് പറഞ്ഞാണ് അവസാനം ഏട്ടന് 15 ഡേയ്സ് ലീവ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് ഗുരുവായൂർക്ക് പോകാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് 2ാമത്തെ ദിവസമായപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് വിട്ടു. ഇവിടെ വെസ്റ്റ് തടയിലുള്ള ബാലകൃഷ്ണ റെസിഡൻസിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ചടങ്ങൊന്ന് കണ്ടാലോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞെന്ന് തന്നെ പറയാം. എന്താണെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിൽ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം പെട്ടെന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാത്തിരുന്ന് തന്നെയാണ് ഞാനത് നടത്തിയെടുത്തത്. ഒരുപാട് കാത്തിരിപ്പും ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ടായി. ഒരുപാട് സ്ട്രഗിൾ നേരിട്ടിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം നടത്തിയത് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭഗവാനെയൊക്കെ കയറി കണ്ടു. മനസ്സ് പൂർണ്ണമായിട്ട് നിറഞ്ഞു തന്നെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് സാധാരണ അതുവരെ എവിടെയെങ്കിലും പോയിരുന്നാൽ പോലും ഞാൻ സദ്യ വാങ്ങിച്ച് കഴിക്കാറുള്ള അന്നത്തെ ദിവസം എനിക്ക് ഫ്രൈഡ് റൈസ് മതി. വെജ് ഫ്രൈഡ് റൈസും കറിയും ഞാൻ ഓർഡർ ചെയ്തു. ബാക്കി 3 പേരും മീൽസ് ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്നിട്ടൊക്കെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് ഇങ്ങോട്ടത്തേക്കുള്ള വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് രാത്രി ആയപ്പോഴത്തേക്കും ട്രെയിനിൽ കയറിയിരുന്നു, ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ സുഖമായിട്ട് ഹാപ്പിയായിട്ട് തിരിച്ചു വന്നു.